UAE-ൽ ഏകദേശം 15,000 പാകിസ്ഥാനികളെ ഒറ്റ രാത്രി കൊണ്ട് ആ ഗവൺമെൻറ് ആ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 3000-ഓളം കുടുംബങ്ങൾ, ടോട്ടൽ 15,000 ആളുകളെ അവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അവരവരുടെ ശമ്പളം ഒരു ആനുവൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്ത് അവരുടെ ശമ്പളം ഒന്നും കൊടുത്തില്ല. ജസ്റ്റ് അവർ ഇട്ടിരുന്ന വസ്ത്രം മാത്രം ഇടാൻ അനുവദിച്ചുകൊണ്ട് അവരെ നേരെ പാകിസ്ഥാനിലേക്ക് ഡിപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും ഒന്നും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. UAE പരിപാടി ചെയ്ത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ UAE ഇത് ചെയ്തത് UAE-ൻ്റെ ഇഷ്ടം, UAE-ൻ്റെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഇഷ്ടമുള്ള ചെയ്യുക. ആ കാര്യത്തിൽ വേറൊരു ഇടപെടേണ്ട ആവശ്യം അവർക്ക് ഇപ്പോൾ അവരുടേതായ കാരണം ഉണ്ടാവും. പക്ഷേ ഇവിടെ സ്വന്തം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുട്ടിച്ചോറാക്കി ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ വലിഞ്ഞു കയറി വന്ന് ഈ രോഹിംഗ്യക്കാരെയും ഈ പറഞ്ഞ ബംഗ്ലാദേശികളെയും ഇന്ത്യ പുറത്താക്കുമ്പോൾ ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്ന കമ്മി കൊങ്ങി ഇത് സുഡാപ്പിയുടെ കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും മെഴുകുന്നുണ്ട്. ഈ UAE-ൻ്റെ കാര്യത്തിൽ സൈലൻ്റാ, ഇവരെ അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ രോഹിംഗ്യക്കാരും ബംഗ്ലാദേശികളും വന്ന് പെരുകുക. ഇവിടെ നമ്മളവിടെ വരുന്ന ആൾക്കാരെ പുറത്താക്കുമ്പോൾ ഇവിടെ കിടന്ന് മൂങ്ങുക. എന്നിട്ട് UAE ഈ കാര്യം ചെയ്യുമ്പോൾ അറിയാത്ത പോലെ അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കുക. സത്യത്തിൽ UAE ചെയ്ത് നല്ല കാര്യമാണ്. UAE-നെ സപ്പോർട്ട് ചെയ്യാത്ത എന്താണ് റീസൺ? അപ്പോൾ UAE-നെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവന്മാരെ പിടിച്ച് പുറത്താക്കാനേ വേണം. പക്ഷെ അവിടെ ചെയ്യുമ്പം അത് മിണ്ടാതിരിക്കും. സ്വന്തം രാജ്യത്ത് ചെയ്യുമ്പം അപ്പോൾ ഇളക്കുക അല്ലെങ്കിൽ കരഞ്ഞ് മെഴുകി മനുഷ്യത്വം മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് മെഴുകുന്നവന്മാരെ ആക്ച്വലി നമ്മളവിടുന്ന് അടിച്ച് പുറത്താക്കണം. വേറെ